സോ വെൽക്കം ടു കോഫി വിത്ത് ക്രിപ്റ്റോ. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ക്രിപ്റ്റോ എക്സ്പേർട്ട് ആവാം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ എക്സ്പേർട്ട് ആവാം എന്ന ടോപ്പിക്കാണ്. നമ്മുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫേസ്ബുക്ക് പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂച്ചർ ടെക്നോളജി. ഇത് നമ്മൾ 5 മിനിറ്റ് സമയം എടുത്താൽ ഫേസ്ബുക്ക് പോലെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യമാണ്. അതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് Web3 എന്ന് പറയും. ആദ്യത്തെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് Web1. അതിൽ നമുക്ക് റീഡ് ഒള്ളിയാണ്. ഇപ്പോൾ yahoo.com അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് Web1 അല്ലെങ്കിൽ ഇന്റർനെറ്റ് 1 എന്ന് പറയുന്നത്. അത് തന്നെ എന്തുമാത്രം റെവല്യൂഷൻ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത് വന്നതാണ് Web2. Web2 എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്, ജിമെയിൽ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഏത് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ സെർവറിലാണിത് സൂക്ഷിക്കപ്പെടുന്നത്. അതായത് അവരത് നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, നമുക്കത് നമ്മുടെ ആ അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഡേറ്റയിൽ അവർക്ക് കൺട്രോൾ ഉണ്ട്. ഇതാണ് Web2 എന്ന് പറയുന്നത്. ഈ Web2 എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന റെവല്യൂഷൻ മുഴുവൻ. അതായത് ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ബാങ്കിങ്, ഈ പറയുന്ന എല്ലാം Web2 ആണ്. ഇനി Web3 എന്ന് പറയുന്നത് എന്താണ്? Web3 എന്ന് പറയുന്നത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഞാൻ എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യണം. ലോകത്തിൽ വേറെ ആർക്കും ആ പാസ്വേഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സീക്രട്ട് പ്രൈവറ്റ് കീ എന്ന് പറയും, ഈ പ്രൈവറ്റ് കീയിലേക്ക് ആക്സസ് ഇല്ല. ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ, അതായത് എൻ്റെ പ്രൈവറ്റ് കീ എൻ്റെ സ്വന്തമാണ്. ഇത് മാത്രം, ഞാനൊരു പ്രൈവറ്റ് കീ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. ഈ പ്രൈവറ്റ് കീ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അക്കൗണ്ട് റിക്കവർ ചെയ്യാം. ഈ പ്രൈവറ്റ് കീ, പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എവിടെ ഒരു സെർവറിലുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ മനസ്സിലാക്കി തരാം. പ്രൈവറ്റ് കീ ക്രിയേറ്റ് ചെയ്യുക, ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കീ സൂക്ഷിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഒരു യൂസർ എന്നുള്ള നിലയിൽ ബ്ലോക്ക് ചെയിൻ. ഇനി അങ്ങനെ നമ്മൾ ഒരു പ്രൈവറ്റ് കീ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ സൂക്ഷിച്ചു. ഇനി ലോകം മാറി. അതായത് നമ്മളുടെ പ്രൈവറ്റ് കീയും ഡേറ്റയും ഒന്നും വേറൊരാളുടെ കയ്യിലല്ല ഇരിക്കുന്നത്, എൻ്റെ കയ്യിലാണ് എൻ്റെ പ്രൈവറ്റ് കീ ഇരിക്കുന്നത്. ഇനി ഈ പ്രൈവറ്റ് കീ വെച്ചിട്ട് Web3 എന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്കുകളും എല്ലാം Web3 സർവീസസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങും. ഉദാഹരണത്തിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഈ Web3 ബേസ്ഡ് സർവീസാണ്. അതായത് നമ്മളുടെ പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അത് സെൻട്രലൈസ്ഡ് ലെഡ്ജർ ആണ് എങ്കിൽ പോലും നമ്മളുടെ Web3 ആണ്, നമ്മളുടെ പാസ്വേഡ് ഉപയോഗിച്ചാണ് നമ്മൾ അത് ആക്സസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കാണുന്നത് നമുക്കറിയാം, പേ വിത്ത് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേ വിത്ത് കാർഡ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഓപ്ഷൻസ് വരും. എന്ന് പറഞ്ഞാൽ പേ വിത്ത് യുവർ വാളറ്റ് അല്ലെങ്കിൽ Web3 ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ നമ്മളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഗെയിമാണ് ഗെയിമിൻ്റെ കാര്യങ്ങൾ മേടിക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, പേ ചെയ്യുന്നത് നമ്മളുടെ പാസ്വേഡ്, നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാസ്വേഡ്, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പാസ്വേഡ്. അപ്പോൾ ഈ പാസ്വേഡ് ഉള്ളിടത്തോളം കാലം നമുക്ക് Web3 ആക്സസ് തരുന്ന എല്ലാ വെബ്സൈറ്റിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം DNFT എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ട്രസ്റ്റ് വാളറ്റ് അല്ലെങ്കിൽ ടെക് ബാങ്ക് വാളറ്റ് അല്ലെങ്കിൽ മെറ്റാമാസ്ക് എന്ന് പറയുന്ന ട്രസ്റ്റ് വാളറ്റ് എന്നൊക്കെ പറയുന്ന ഒത്തിരി ഡീസെൻട്രലൈസ്ഡ് വാളറ്റ്സ് ഉണ്ട്. ഈ വാളറ്റ്സ് നമ്മളൊരു ആപ്പാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ കീ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആകെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു പ്രൈവറ്റ് കീ ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് നമ്മൾ സൂക്ഷിക്കുന്നു. ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി ആപ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഈ പ്രൈവറ്റ് കീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം DNFT ഗ്ലോബൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ചെല്ലുക. നമ്മുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എന്ന് പറയുന്ന പബ്ലിക് കീയും പ്രൈവറ്റ് കീയും, നമ്മുടെ ആ സീക്രട്ട് കീ ഒരു പബ്ലിക് അഡ്രസ്സും ഉണ്ടാവും. അതിൽ നമ്മൾ ക്രിപ്റ്റോ ടോപ്പപ്പ് ചെയ്യുക. ആ ടോപ്പപ്പ് ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ ഉപയോഗിച്ച് നമുക്ക് DNFT മിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ Web3 ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, കാരണം എന്താ വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയൊരു ടെക്നോളജി നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ വൺസ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതിൽ എക്സ്പേർട്ടാന്ന് പറയുന്ന പോലെ ഈ ഒരു കടമ്പ കടന്നു കഴിഞ്ഞാൽ, ഈ കടമ്പ ഒത്തിരി പേര് 120 മില്യൺ ആൾക്കാർ ഇന്ത്യയിൽ ഓൾറെഡി കടന്നു കഴിഞ്ഞു. വേൾഡ് വൈഡ് ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നുള്ളത് മാത്രമേ നമുക്ക് മതി. ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ വാളറ്റ് ക്രിയേറ്റ് ചെയ്താൽ ഇനി നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പയ്യെ ഇന്ററാക്ട് ചെയ്ത് ലേൺ ചെയ്യാൻ പറ്റും. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ബ്ലോക്ക് ചെയിൻ DNFTs. താങ്ക് യു വെരി മച്ച്.